നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തിരുവനന്തപുരം സ്പെഷ്യൽ ഐറ്റമായ ഓട്ടടയാണ്. അതായത് ഓട്ടുരുളിയിൽ ചുട്ടെടുത്ത അട. അതുകൊണ്ടാണ് ഇതിന് ഓട്ടട എന്ന പേര് വന്നിട്ടുള്ളത്. നമ്മൾ ഓട്ടുരുളി ഒന്നല്ല എങ്കിലും ഉരുളിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാ അത് ഉണ്ടാക്കാന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ചെറിയ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓളിൽ തന്നെ പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ലേറ്റ് ആക്കുന്നില്ല, വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി തന്നെയാണ്. പിന്നെ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി എടുത്തതും, ഒരു 1/2 കപ്പ് പഞ്ചസാര. 1/2 കപ്പ് തന്നെ വേണ്ട, നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കാം. ഇനി ഈ അരിപ്പൊടി നമുക്കൊന്ന് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം ആ തിളച്ച ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുക്കുമ്പം വെള്ളം കൂടി പോവാതിരിക്കണം, അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. അപ്പം ആദ്യം ചൂടുവെള്ളം ആയതുകൊണ്ട് സ്പൂൺ വെച്ചൊന്ന് കുഴച്ച് കൊടുത്തിട്ട് പിന്നെ അത് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇതിനെ കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഇത് തണുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തതാണ്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇലയിൽ പരത്തി എടുക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതുപോലെ വാഴയില പീസാക്കി എടുത്തിട്ട് അതിൽ നമ്മൾ കൈ വെച്ചാണ് പരത്തി കൊടുക്കുന്നത്. ഇനി പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പരത്തി കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഈ പരത്തി എടുത്ത ഈ മാവിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു സൈഡിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മടക്കി പ്രസ് ചെയ്യുക. ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുക്കും. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. അതിനായിട്ട് നമ്മൾ ഉരുളി അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മടക്കി വെച്ച ഇല വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുള്ള സ്പേസേ ഉള്ളൂ. മുകളിലായിട്ട് വെച്ച് കൊടുക്കരുത്, എങ്കിൽ അത് വെന്ത് കിട്ടാൻ പാടാണ്. അപ്പം ഇത് ഒരു സൈഡ് നന്നായിട്ട് വെന്താൽ ആ ഇല ഏകദേശം കരിഞ്ഞു തുടങ്ങും. അപ്പോഴാണ് അത് കറക്റ്റ് വേവായത്. അപ്പം അതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡും ഇതുപോലെ ആയി വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് അതിനെ മാറ്റിയിട്ട് അടുത്ത സെക്ഷൻ ചുട്ടെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ ഓട്ടട കംപ്ലീറ്റ് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ചെറിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും. അപ്പം അത് വെന്തെന്നാണ് അർത്ഥം. ഇനി ഇത് ഇല മാറ്റിയിട്ട് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. വൈകിട്ട് ചായയുടെ കൂടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയാലും ഇത് ഉണ്ടാക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു അട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്ത അട കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് അട കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെയല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്